Hi friends, welcome back to Mazin Medias. അപ്പോൾ ഇന്ന് ഞാൻ ക്രോസ് പീസ് വെച്ച് നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ചുരിദാറിനായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നെക്കാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അത് ഒരു ക്രോസ് പീസ് വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതാണെന്ന് ഞാൻ കാണിക്കാൻ പോണത്. ഒരുവിധ ആൾക്കാർക്കൊക്കെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അറിയായിരിക്കും. ഇത് അറിയാത്ത കുറച്ച് ബിഗിനേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഈ ചുരിദാർ കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്ന ഈ ഒരു പീസിൽ നിന്നാണ് ഞാൻ ഈ ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു പീസ് ആകുമ്പോൾ ഇതിൻ്റെ ഈ കോൺ ഭാഗം ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ ഒരു ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് കിട്ടണ്ടല്ലോ, ആ ഭാഗത്തു നിന്നാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നീളത്തിൽ നമ്മൾ വലിച്ചു നോക്കിയാൽ അതിങ്ങനെ വലിഞ്ഞ് കിട്ടൂലല്ലോ. ഞാൻ ഈ പീസിൻ്റെ ഈ ഒരു കോണിൽ നിന്നാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ സ്കെയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നീളത്തിലൊരു ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ആ ലൈനിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് വീതം ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കട്ടോ. ഒരു 1.25 ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് 0.75 1.5 കട്ട് ചെയ്തെടുക്കാം. 1.25 നമുക്ക് കറക്റ്റ് കിട്ടും. ഇനി നമുക്ക് നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി യോജിപ്പിച്ച് നീളത്തിൽ ഒരു ലൈന് കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്കെയിൽ വെച്ച് കൊടുത്താണെങ്കിൽ ആ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഈ സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ കണ്ട ഈ സ്കെയിലിൻ്റെ വീതി 1.25. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ 1.25 ഇങ്ങനെ അളന്ന് ചെയ്യേണ്ട. ഈ സ്കെയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിൻ്റെ വീതി ആ 1.25 തന്നെയാണല്ലോ വരുന്നത്. ഞാനിപ്പോൾ 3 ക്രോസ് പീസാണ് കേട്ടോ ഈ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ നെക്ക് ചെയ്യാൻ 2 പീസേ ആവശ്യം വരുന്നുള്ളൂ. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഈ വരച്ചെടുത്ത 3 പീസും ഇതുപോലെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ വരച്ചെടുത്ത 3 പീസും ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ ഈ ഭാഗത്ത് ഒരു കോൺ ഇങ്ങനെ കാണുന്നത്, അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുത്ത് അത് കൂടി കട്ട് ചെയ്ത് കളയട്ടോ. ഈ ഭാഗം 90 ഡിഗ്രിയിൽ ഒന്നിങ്ങനെ വരച്ചു കൊടുത്തുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇതിലുള്ള എല്ലാ കോണിലും ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വരച്ചെടുത്ത ഈ ലൈൻ ഇതിലൂടെ ഇതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ. അങ്ങനെ എല്ലാ പീസും നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ അതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഈ പീസൊക്കെ നല്ലൊരു സ്ട്രെയിറ്റ് പീസായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലുള്ള ഈ 2 പീസാണ് കേട്ടോ ഇതിനായിട്ട് വേണ്ടത്. ഒരു പീസ് ഇതുപോലെ ഇങ്ങനെ ഒരു എൽ ഷേപ്പിൽ മറ്റേ പീസിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ കോണിതാ ഇവിടെ നിന്ന് ഈ കോണിലേക്ക് ഇങ്ങനെ ഒന്നൊരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ലൈനിലൂടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതിങ്ങനെ ലൈൻ ഇട്ടാണ് ഇങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ അത് നീളത്തിലുള്ള ഒരു പീസായി മാറും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കോണൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ പീസാണെങ്കിൽ ഇങ്ങനെ 3 4 കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. വലിയ പീസാണെങ്കിൽ 2 തന്നെ മതിയാവും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാച്ചിട്ടാണ് ഇങ്ങനെ 3 പീസ് ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ആ ചുരിദാറിൽ വെക്കാനായിട്ട് ഈ 2 പീസ് തന്നെ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഈ പീസ് എങ്ങനെയാണ് ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കട്ടോ. അതിനായി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചുരിദാറിൻ്റെ പീസ് അതിൻ്റെ ഈ നല്ല ഭാഗം ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്രോസ് പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉള്ളിലോട്ടാക്കി കൊടുത്ത് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇതിൻ്റെ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അത്രയും വിട്ടതിന് ശേഷം ഇതിൻ്റെ അരികിലൂടെ ചുറ്റിലും ഒന്നിങ്ങനെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടത്. ഞാനിതങ്ങനെ പിന്ന് കുത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ മൊത്തത്തിൽ പിന്ന് കുത്തി വെച്ചാണ് നിങ്ങൾക്ക് ചെയ്യുക, അല്ലാതെ നേരിട്ടും ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ നെക്കിൽ വർക്കുള്ള ചുരിദാറായതുകൊണ്ട് നമുക്ക് ആ വർക്കിൻ്റെ ആ എൻഡ് വരുന്നുണ്ടല്ലോ, ആ അരികിലൂടെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അത് ആ അരിക് വരുന്ന ആ രീതിക്ക് വേണം അതിങ്ങനെ പിന്ന് കുത്തി കൊടുക്കാൻ. അല്ലാതെ സാധാരണ പ്ലെയിൻ ചുരിദാറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ഇഞ്ച് വിട്ടുകാണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്കിത് ഈ ക്രോസ് പീസിൻ്റെ ഈ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ ആ ക്രോസ് പീസ് മടക്കിക്കാണ്ട് ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമാണ് ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ അതിൽ ഈ എക്സ്ട്രാ വന്ന ആ പീസ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ നല്ല ഭാഗത്തേക്കല്ല സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലേക്കാക്കിയാണ്ട് ഇങ്ങനെ പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങി ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടും കിട്ടും.
അങ്ങനെ നമുക്ക് ഇതിൻ്റെ ചുറ്റിലും ഇതുപോലെ തന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ക്രോസ് പീസൊക്കെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലേ? ഇതാ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് ക്രോസ് പീസ് കാണുന്ന രീതിയിൽ പുറത്തോട്ട് മടക്കിയും സ്റ്റിച്ച് ചെയ്തെടുക്കട്ടാ. നമ്മൾ ഈ ഡെയിലി യൂസിന് യൂസ് ചെയ്യുന്ന ടോപ്പൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ അങ്ങനെയാണ് സ്റ്റിച്ച് ഉണ്ടാവല്. ഇതുപോലെ വർക്കുള്ള ചുരിദാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് നല്ലത്. അങ്ങനെ ആകുമ്പോഴാണ് ആ വർക്കുള്ള ഭാഗം കാണുമ്പോൾ ഒരു വൃത്തി തോന്നുള്ളൂ. അപ്പോൾ ഈ ചുരിദാറിൻ്റെ ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യണതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. ഞാൻ ഈ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണത് മാത്രമേ ഇതിൽ കാണിക്കണുള്ളൂ. ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യണത് നമ്മൾ വേറെ ചുരിദാറിൻ്റെതായ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.